നമസ്കാരം. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരങ്ങളും ഓരോ കീഴ്വഴക്കങ്ങളുമുണ്ട്. ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് മിക്ക ക്ഷേത്രവുമെങ്കിലും അവസാന തീരുമാനം തന്ത്രിയുടേതാണ്. ക്ഷേത്രത്തിന്റെ വിധി പ്രകാരം അവസാന വാക്ക് എപ്പോഴും തന്ത്രിയുടെ തന്നെയായിരിക്കും. 2016 ഡിസംബറിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുരിദാർ ധരിച്ചുകൊണ്ട് പ്രവേശിക്കാമെന്ന ഉത്തരവ് അന്നത്തെ ക്ഷേത്ര ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ എൻ സതീഷ് ഉത്തരവിറക്കിയത്. ഉത്തരവിനെതിരെ ഹൈന്ദവ സംഘടനകളും നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു. തുടർന്ന് ഉത്തരവ് മരവിപ്പിക്കാൻ ക്ഷേത്ര ഭരണസമിതിയും തീരുമാനിച്ചിരുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് വിഷയത്തിൽ ഇടപെടാൻ അവകാശമില്ലെന്നും കോടതി വ്യക്തമാക്കി. ചുരിദാറിന്റെ മുകളിൽ മുണ്ട് ധരിക്കണമെന്നായിരുന്നു നേരത്തെ ക്ഷേത്ര ഭാരവാഹികൾ പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവ്. അതിനെതിരെയും ഹൈന്ദവ സംഘടനകളും പ്രതിഷേധം അറിയിച്ചു. ചുരിദാർ ഹൈന്ദവമായ ഒരു വസ്ത്രമല്ലാത്തതിനാൽ അത് അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു കേരള ബ്രാഹ്മണ സഭ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭക്തജന സേവാ സമിതി, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭക്തജന സഭ എന്നിവരുടെ അഭിപ്രായം. തനി കേരള സ്റ്റൈൽ എന്നാൽ സ്ത്രീകൾ സെറ്റുമുണ്ട് സാരിയോ അല്ലാത്ത സാരിയോ ആണ് ഭാരതീയ സംസ്കാരം എന്നതാണ് പറയുന്നത്. അല്ലാതെ അമ്പലങ്ങളിൽ ഇപ്പോഴത്തെ ഫാഷൻ വസ്ത്രങ്ങളായ ലാച്ചയും ലഹങ്കയും കുർത്തയും പൈജാമയും ഒക്കെ ധരിച്ചുകൊണ്ട് ഒരു ഫാഷൻ ഷോ പോലെ ചില സ്ത്രീകൾ അമ്പലങ്ങളിൽ ദർശനം നടത്താറുണ്ട്. ആചാരത്തെ വിട്ട് മറ്റു ചില കാഴ്ചകളിലേക്ക് കൂടി പോയാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും ചുരിദാർ നിരോധിച്ചിട്ടുള്ള മറ്റ് ക്ഷേത്രങ്ങളിലും കാണാവുന്ന അങ്ങേയറ്റം പരിതാപകരമായ ഒരു കാഴ്ചയുണ്ട്. ചുരിദാറിന്റെ അടിഭാഗം മേലോട്ട് ചുരുട്ടി വെച്ച് അതിനു മുകളിലൂടെ മുണ്ടുമെടുത്ത് പരിഹാസമായ രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന സ്ത്രീകളുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും അവർ അത്തരത്തിലൊരു കോമാളി വേഷം ധരിച്ചു കാണില്ല. വേഷം എന്ന് വിളിക്കാൻ പോലും കഴിയാത്ത ആ വേഷം കെട്ടാൽ എന്ത് മാന്യതയാണ് ധരിക്കുന്നവർക്കും കാണുന്നവർക്കും നൽകുന്നത്. അതിനേക്കാൾ ഭേദം അത് ധരിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഗുരുവായൂരിൽ ചുരിദാർ ധരിച്ചു കയറുന്ന വിഷയം പരിഹരിച്ചത് ദേവഗീതം മാനിച്ചാണ്. തന്ത്രിമാരും ദൈവജ്ഞാനിമാരും ഇരുന്ന് ചർച്ച ചെയ്താണ് ആ വിഷയം പരിഹരിച്ചത്. ആചാര്യ മര്യാദകളും കീഴ്വഴക്കങ്ങളും പാലിക്കേണ്ടത് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരുടെ കടമയാണ്. മിക്ക ക്ഷേത്രങ്ങളിലും ക്ഷേത്രത്തിനുള്ളിൽ പുരുഷന്മാരെ ഷർട്ട് അഥവാ മേൽവസ്ത്രം ധരിച്ച് പ്രവേശിക്കാൻ സമ്മതിക്കാറില്ല. ഇതേ ചൊല്ലി പല വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും കാലങ്ങളായി നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിനുള്ളിൽ പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്നത് എന്ന കാരണം നോക്കാം. പുരുഷന്മാർ മേൽവസ്ത്രം ഒഴിവാക്കി വേണം ക്ഷേത്ര ദർശനം നടത്താൻ. ക്ഷേത്രത്തിന്റെ നിലയിലേക്ക് വരുമ്പോൾ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ബിംബത്തിൽ നിന്നുള്ള ഒരു എനർജി ബിംബത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ ശരീരത്തിലേക്ക് എത്തും. ആ എനർജി താങ്ങാനുള്ള ശക്തി പുരുഷ ശരീരത്തിനുണ്ട്, എന്നാൽ അത് സ്ത്രീ ശരീരത്തിനില്ല എന്നാണ് പണ്ട് മുതലേ ബ്രാഹ്മണ സമുദായം പറയുന്നത്. അത് സ്ത്രീ പുരുഷന്മാരുടെ ശാരീരികമായ പ്രത്യേകതയാണ്. പുരുഷന്മാർക്ക് കായ്ബലം കൂടുതലുണ്ട്. പുരുഷന്മാർ ശരീരം കൊണ്ടും സ്ത്രീകൾ മനസ്സുകൊണ്ടുമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ബിംബത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി പുരുഷന്മാർക്ക് സ്വീകരിക്കാനാകും. ആ എനർജി ശരീരത്തിൽ ഏൽക്കുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രത്തിനുള്ളിൽ പുരുഷന്മാർ ഷർട്ട് ധരിക്കുന്നത് എന്ന് പറയുന്നത്. ഷർട്ട് എന്നത് ഇക്കാലത്ത് പറയുന്നുണ്ടെങ്കിലും പണ്ട് അത് മേൽവസ്ത്രം എന്നായിരുന്നു. പണ്ട് കാലത്ത് തോൾമുണ്ടോ അഥവാ രണ്ടാം മുണ്ടോ ആണ് പുരുഷന്മാർ കൂടുതലായി ധരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിനുള്ളിൽ അവരത് അയച്ച് കയ്യിൽ വെക്കുക പതിവ്. അതല്ലാതെ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ എല്ലാം താഴ്ന്നവരാണ് എന്ന രീതിയിലേക്ക് കാണിക്കാൻ ഒരു ബഹുമാനാർത്ഥം പണ്ടത്തെ കാലങ്ങളിൽ വലിയ വലിയ ജന്മിമാർ അല്ലെങ്കിൽ വലിയ ഇത്തിരി പഠിപ്പ് വിവരമുള്ള ആളുകളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഈ ഷർട്ടൂരി അല്ലെങ്കിൽ അവരുടെ ഇട്ടിരിക്കുന്ന തോൾമുണ്ട് ഊരി വെച്ചൊരു ബഹുമാനം കാണിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലേക്കും ഇത് വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ മുന്നിൽ എല്ലാ മനുഷ്യരും താഴ്ന്നു നിൽക്കുന്നു, അവരുടെ തട്ട് താഴ്ന്നു നിൽക്കുന്നു എന്ന ഒരു സിംഹോനെ കാണിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ.